വെൽക്കം ബാക്ക്. വിഷുവൊക്കെ ആയിട്ട് നമുക്കിന്നൊരു സ്പെഷ്യൽ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കിയാലോ. ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത പായസങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പായസം ഇഷ്ടമാവും. എന്നെപ്പോലെ തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടി തേങ്ങ ചിരണ്ടി എടുക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ കഷ്ണം മുറിച്ചു എടുക്കാം കേട്ടോ. ഞാനിതുപോലെ മുറിച്ചെടുത്ത ശേഷമാണ് പായസത്തിനൊക്കെ എടുക്കാറുള്ളത്. ഈ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പാലെടുക്കുന്നത്. ഇതിപ്പോൾ 2 തേങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ആദ്യമേ 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കാഷ്യൂസും റൈസിൻസും ഇട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് അതും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 250 ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. കടലപ്പരിപ്പിൽ നിന്ന് വെള്ളമൊക്കെ പോയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കടലപ്പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2.5 ഗ്ലാസ്സോളം വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പരിപ്പിന് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന തരത്തിൽ വേണം എപ്പോഴും വെക്കാനായിട്ട്. കടലപ്പരിപ്പ് ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേനും ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് 350 ഗ്രാം ശർക്കരയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും വന്നപ്പോഴാണ് എനിക്ക് ഏകദേശം ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയത്. ഇതിലേക്ക് ഞാൻ ചവ്വരിയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് എടുത്തത്. 100 ഗ്രാം ചവ്വരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 1 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ചവ്വരി കുതിർക്കാനായിട്ട് ഒഴിച്ചു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ ചവ്വരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കടലപ്പരിപ്പ് നമ്മൾ കൈ വെച്ച് തൊടുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന പാകത്തിലേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. കടലപ്പരിപ്പ് ഇങ്ങനെ വേറെ വേറെ കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു തവി വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര ചേർത്ത് ചെറുതായി തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. സാവധാനം തിളച്ച് പാകത്തിന് കുറുകി വരുന്ന സമയത്താണ് 1-ാം പാൽ ചേർക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് പായസം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും നമ്മൾ പായസം തിളപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിൽ തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ലാസ്റ്റിൽ ഒഴിക്കുമ്പോൾ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.